everyone, welcome back to Learnino. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ്. അതും സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഇതുപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ലെറ്റ് us start. Diagonalize the matrix A equal to 4 1 2 3. അപ്പോൾ ഒരു 2x2 matrix തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന മെട്രിക്സിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം a മൈനസ് ലാംഡ ഐ ചെയ്താൽ ഡയഗണൽ എലമെന്റ്സിന് മാത്രമേ ചേഞ്ച് വരുള്ളൂ. ആ ഡയഗണൽ എലമെന്റ്സ് മൈനസ് ലാംഡ എന്ന് എഴുതിയാൽ മതി. ബാക്കി എല്ലാ എലമെന്റ്സും സെയിം ആയിരിക്കും. എയിലെ തന്നെ സെയിം എലമെന്റ്സ് ആണ്. അത് ഈക്വൽ ടു 0. അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 കൊടുക്കുക. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ആൻഡ് സബ്ട്രാക്ട്. കാരണം 2x2 മെട്രിക്സ് അല്ലേ. അപ്പോൾ 4 മൈനസ് ലാംഡ ഇൻറ്റു 3 മൈനസ് ലാംഡ മൈനസ് 2 ഇൻറ്റു 1, അതായത് 2 ഇൻറ്റു 1 2 തന്നെ ഈക്വൽ ടു 0. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ റൂട്ട്സ് കിട്ടും. ലാംഡ ഇസ് ഈക്വൽ ടു 2, 5. അപ്പോൾ രണ്ട് ഐഗൻ വാല്യൂസ് ആണ് കിട്ടിയത്. ലാംഡ 1 ഈക്വൽ ടു 2 ആൻഡ് ലാംഡ 2 ഈക്വൽ ടു 5. ഇനി കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലാംഡ 1 ഈക്വൽ ടു 5 കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ x1 കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ആണ് a മൈനസ് ലാംഡ 1 ഇൻറ്റു ഐ, അതായത് ലാംഡ 1 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷൻ. a മൈനസ് ലാംഡ 1 ഇൻറ്റു ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ലാംഡ 1ന് 5 കൊടുക്കുക. അതായത് ഡയഗണൽ എലമെന്റ്സ് 4 മൈനസ് ലാംഡ 3 മൈനസ് ലാംഡയാണ്. ആ ലാംഡയ്ക്ക് 5 റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താ? -1 1 2 -2. ഈ 1ഉം 2ഉം സെയിം തന്നെ ആയിരിക്കും. ഇൻറ്റു എക്സ് ഇൻറ്റു വൈ, അതായത് ഈ ഒരു എക്സ് എന്ന് പറയുന്നത് അൺനോൺസിന്റെ എക്സ് വൈ വെക്ടേഴ്സിന്റെ എക്സ് വൈ ഈക്വൽ ടു 0. 0 എന്ന് പറയുന്നത് 0 0 എന്ന് എഴുതാം. ഇനി ഇക്വേഷൻസ് ഫോം ചെയ്യാം. അപ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ അല്ലെ, -1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇപ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ ഇവിടെ ഇപ്പോൾ ഇത് എടുത്താലും അല്ലെ, 2x മൈനസ് 2y എടുത്താൽ നമുക്ക് സിമിലർ ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് അങ്ങോട്ട് കൊണ്ടുപോയാൽ y ഈക്വൽ ടു എക്സ് കിട്ടും. അതായത് ഏറ്റവും മിനിമം വാല്യൂ, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എക്സിന് 1 കൊടുത്താൽ നമുക്കപ്പോൾ y 1 കിട്ടും. ഈ y ഈക്വൽ ടു എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എഗെയിൻ രണ്ടിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താലും y ബൈ 1 ഈക്വൽ ടു എക്സ് ബൈ 1. അപ്പോൾ നമുക്ക് ഐഗൻ വെക്ടർ എന്താ കിട്ടുക? x1 അതായത് ലാംഡ 1 ഈക്വൽ ടു 5 കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ 1 1. നെക്സ്റ്റ് ഐഗൻ വെക്ടർ ആണ് ലാംഡ 2 ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഗെയിൻ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. a മൈനസ് ഇവിടെ 2 ആണ് കേട്ടോ, a മൈനസ് 2i. സോ ഡയഗണൽ എലമെന്റ്സ് -2 ചെയ്യുക. 4 -2 3 -2. അപ്പോൾ നമുക്ക് 2 1, ബാക്കി എലമെന്റ്സ് എല്ലാം സെയിം, ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു 0 0. അഗെയിൻ സെയിം പ്രോസസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. 2x പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു -2x കിട്ടും. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. y ബൈ -2 ഈക്വൽ ടു എക്സ് ബൈ 1. അപ്പോൾ നമുക്ക് 1 -2 അല്ലേ. അപ്പോൾ x2 എന്ന് ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 2. ഇത് ലാംഡ 2ന് കറസ്പോണ്ടിങ് x2 ഐഗൻ വെക്ടർ എന്താ കിട്ടിയത്? 1 -2. നെക്സ്റ്റ് ഇനി നമ്മൾ ഡയഗണലൈസ് ചെയ്യണം അല്ലെ. ഡയഗണലൈസ് ചെയ്യാൻ, അതായത് തന്നിരിക്കുന്ന മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെട്രിക്സ് ആണ് മോഡൽ മെട്രിക്സ്. അപ്പോൾ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയ ഐഗൻ വെക്ടേഴ്സിൽ അത് കോളംസ് ആയിട്ട് എഴുതാം, റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതാണ് മോഡൽ മെട്രിക്സ് P. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് 1 1 ആണ് x1, അതുപോലെ x2 എന്ന് പറയുന്നത് 1 -2 ആണ്. അത് ഫോം ചെയ്യാം, അത് എഴുതാം. ഇനി നമുക്ക് സപ്പോസ് നിങ്ങളോട് ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ ഫൈൻഡ് എ മെട്രിക്സ് വിച്ച് ക്യാൻ ഡയഗണലൈസ് ദ ഗിവൺ മെട്രിക്സ് എ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെയാവുമ്പോൾ നിങ്ങൾ ഈ P വരെ സ്റ്റോപ്പ് ചെയ്യാം, ഇതുവരെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഫർദർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അപ്പോൾ സപ്പോസ് തന്നിരിക്കുന്ന മെട്രിക്സ് എനെ ഡയഗണലൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്സ് ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഇത് രണ്ടും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നെക്സ്റ്റ് ഇതിൽ. അപ്പോൾ ഇവിടെ നമ്മളോട് ഡയഗണലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് P ഇൻവേഴ്സ് A ഇൻറ്റു P. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു 2x2 മെട്രിക്സിന്റെ കേസിൽ ഇപ്പോൾ P എന്ന് പറയുന്നത് നമുക്കറിയാം 2x2 മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ P ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് P ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡയഗണൽ എലമെന്റ്സ് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ AD എന്നുള്ളത് DAI. അത് മാത്രമല്ല അതർ എലമെന്റ്സ് ജസ്റ്റ് നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ഓഫ് വാല്യൂ കൊടുക്കുക. മനസ്സിലായോ? ഇത് 2x2 മെട്രിക്സിന്റെ കേസ് ആണ് പറയണത് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. അതായത് നമുക്കിപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്? ഇൻവേഴ്സ്, ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ adjoint of that matrix divided by
ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ്. ഇങ്ങനെയാണ് നമ്മൾ കാണാറ്. അതിപ്പോൾ 3/3, അതായത് 2/2നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഓർഡറുള്ള മെട്രിക്സസ്. ഇവിടെ ഇപ്പോൾ 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ അവിടെ ഈസിയാണ് കാണാൻ ഇൻവേഴ്സ്. 1 ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് വേണം. അപ്പോൾ പി ഇൻവേഴ്സ് കാണാൻ 1 ഡിറ്റർമിനന്റ് ഓഫ് പി വേണം. ഇൻറ്റു ആ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ എലിമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യാം. ഇപ്പോൾ പി എന്ന് പറയുന്ന മെട്രിക്സ്, അപ്പം അതിൻ്റെ ഡയഗണൽ എലിമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുക. അത് മാത്രമല്ല നോൺ ഡയഗണൽ ആയിട്ടുള്ള എലിമെന്റ്സിന് ജസ്റ്റ് നെഗറ്റീവ് വാല്യൂ കൊടുക്കുക. ക്ലിയർ ആയാലും നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ഓഫ് ഇപ്പോൾ ഉള്ള എലിമെന്റ്സ് കൊടുക്കാം. അപ്പം അങ്ങനെ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പി ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് പി എന്ന് പറയുന്നത് എന്താണ്? ഈ വാല്യൂസ് നോക്കിയാൽ അറിയാം. 1 × -2 -1 × 1, അതായത് -2 -1 ഇൻറ്റു ഈ മെട്രിക്സ്, അതായത് ഡിയും എയും ഇന്റർചേഞ്ച് ചെയ്യുക. സോ ഇവിടെ -2 വരും, ഇവിടെ 1 വരും, -1 -1 വരും അല്ലേ. അപ്പോൾ -2 -1 -1 1. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ മോഡൽ മെട്രിക്സ്, അതായത് മോഡൽ മെട്രിക്സ് പിനെ നമ്മൾ ഇതുപോലെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇൻവേഴ്സ് കണ്ടുപിടിച്ചു, പി ഇൻവേഴ്സ്. സോ ഡയഗണൽ മെട്രിക്സ് ഡി കണ്ടുപിടിക്കണം. സോ ദിസ് ഇസ് ഫോംഡ് ബൈ പി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു പി അല്ലേ. അപ്പോൾ പി ഇൻവേഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1 ഡിറ്റർമിനന്റ് ഓഫ് പി ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ച മെട്രിക്സ് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് പി ഇൻവേഴ്സ്. നൗ എ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് പി മെട്രിക്സ് നമ്മൾ ഐഗൻ വെക്ടേഴ്സിന്റെ ഫോം ചെയ്തത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് 1/1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയി ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ ചെയ്തു. അപ്പോൾ ഈ ഡയഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? ഫൈനൽ ഡയഗണലൈസ്ഡ് മെട്രിക്സിൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ പ്രസന്റ് ആയിരിക്കുള്ളൂ, ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ d is equal to 1 by -3 into -2 -1 -1 1. ദെൻ ഈ രണ്ട് മെട്രിക്സസ് എയും പിയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ബിഗിനിങ് ഫ്രം ദ റൈറ്റ്. അപ്പോൾ നമ്മൾ കൺസേൺഡ് എലമെന്റ്സ് നിങ്ങൾക്ക് അറിയാലോ, മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊസിഷൻ വൈസ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഇപ്പോൾ 4 × 1 + 1 × 1. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൺസേൺഡ് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് 4 + 1 4 - 2. ഓക്കെ, 2 + 3 2 - 6. അപ്പോൾ നമുക്ക് എ ഇൻറ്റു പി മെട്രിക്സ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ പി ഇൻവേഴ്സും എ ഇൻറ്റു പി ചെയ്ത മെട്രിക്സും, പി ഇൻവേഴ്സ് ആണ് ഇത്, കംപ്ലീറ്റ് ആണ് പി ഇൻവേഴ്സ്, ഞാൻ ഈ മെട്രിക്സാണ് പറയുന്നത്, ഇൻറ്റു എ ഇൻറ്റു പി ചെയ്ത മെട്രിക്സ്. ഓക്കെ, അതും എഗെയിൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാം. ഇപ്പോൾ 1 by -3 നമുക്ക് ലാസ്റ്റ് ഉള്ളിലേക്ക് എടുത്താൽ മതി. ദെൻ ബാക്കി എലമെന്റ്സ് മെട്രിക്സിന്റെ എന്താ കിട്ടുക? ആഫ്റ്റർ ഓൾ മൾട്ടിപ്ലിക്കേഷൻ -15 0 0 -6. ഇവിടെ കണ്ടോ 0 ആയി പോകും. സപ്പോസ് 0 അല്ലെങ്കിൽ ദാറ്റ് മീൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ -15 0 0 -6. അപ്പോൾ ഇനി -3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ -3 അല്ലേ. അപ്പോൾ ഓരോ ടേംസ് ഡിവൈഡഡ് ബൈ ചെയ്യും. ഈ രണ്ട് എലമെന്റ്സ് ഓൾറെഡി 0 ആയി. സോ -15 by -3 5ഉം പിന്നെ 0 0 -6 by -3 2. അപ്പോൾ 5 0 0 2. ഇതാണ് ഡയഗണലൈസ്ഡ് മെട്രിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ വെദർ ദ മെട്രിക്സ് ഇസ് ഡയഗണലൈസബിൾ. അതായത് തന്നിരിക്കുന്ന മെട്രിക്സിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ ക്വസ്റ്റ്യൻസും ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ബേസ് ചെയ്ത് തരും, നിങ്ങൾ ക്ലിയർ ആയി വായിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഡിറ്റർമിനന്റ് ഓഫ് a - λi = 0. എന്നിട്ട് പ്രീവിയസ് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഡയഗണൽ എലമെന്റ്സ് -λ ചെയ്താൽ മതി, ബാക്കി എല്ലാം സെയിം. ദെൻ ഫോം ദ ഡിറ്റർമിനന്റ്, അതായത് ഡിറ്റർമിനന്റ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുക, ലാംഡയുടെ വാല്യൂസ് കാണാം. ഓക്കെ, λ -5 ഹോൾ സ്ക്വയർ = 0 ആണ്. ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് വാല്യൂസ് ആണ്. 5 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ λ1ഉം λ2 ഇവിടെ 5 ആണ്. ക്ലിയർ ആയാലും റിപ്പീറ്റഡ് ഐഗൻ വാല്യൂസ് ആണ്. ഇനി നമുക്ക് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഇതേപോലെ നമുക്ക് നോക്കാം ഐഗൻ വെക്ടേഴ്സ് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ λ = 5 കേസ് എടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 7 - λ-ക്ക് 5 കൊടുക്കുക, 3 - λ-ൽ 5 കൊടുക്കുക. സോ വി ഗെറ്റ് 2 - 1 4 - 2 into xy = 0 0. അതിൽ നിന്ന് ഇക്വേഷൻ ഫോം ചെയ്യാം. ഇതിപ്പോൾ രണ്ട് കേസ് എടുത്താലും 2x - y = 0 എടുത്താലും 4x - 2y = 0 എടുത്താലും ഈ രണ്ട് ഇക്വേഷൻസും ഇവിടെ ഇപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2x - y തന്നെ കിട്ടും. അപ്പോൾ നമുക്കൊരു ഇക്വേഷനെ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ 2x = y കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് ജസ്റ്റ് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ 2x = y-ൽ 2 അങ്ങോട്ട് കൊണ്ടുപോവുക, 1 ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ x/1 = y/2. ദാറ്റ് മീൻസ് ഐഗൻ വെക്ടർ 1 2 ആണ് കിട്ടുക. x1. ഓക്കെ,
ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് x2 കണ്ടുപിടിക്കാൻ ഇവിടെ പോസിബിൾ അല്ല. കാരണം എന്താ? ഓൺലി വൺ ഐഗൺ വെക്റ്റർ ഇസ് there corresponding to lambda equal to 5. കാരണം there is no other independent vector present. ക്ലിയർ ആയല്ലോ? വേറൊരു ഇൻഡിപെൻഡന്റ് വെക്ടർ പ്രസന്റ് അല്ല. നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു, അതിൽ നിന്ന് നമുക്കൊരു വെക്ടർ കറസ്പോണ്ടിങ് കിട്ടി. അതർ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ല, അതായത് ഇൻഡിപെൻഡന്റ് വെക്ടർ ഇല്ല. അത് കാരണം മോഡൽ മെട്രിക്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. പി എന്ന് പറയുന്നത് ഇതുപോലെ ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സിന്റെ മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ x1 കണ്ടുപിടിച്ചു, ബട്ട് x2 അതായത് ഇൻഡിപെൻഡന്റ് വെക്ടർ അല്ലാത്തത് കൊണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് പ്രസന്റ് അല്ല. ദാറ്റ് മീൻസ് മോഡൽ മെട്രിക്സ് പി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ പി ആണല്ലോ നമ്മുടെ എനെ ഡയഗണലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് മോഡൽ മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദ ഗിവൺ മെട്രിക്സ് ഇസ് നോട്ട് ഡയഗണലൈസബിൾ. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. ഫർദർ ഡയഗണലൈസേഷൻ പ്രോസസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യാനും പറ്റില്ല ഈ ഒരു കേസിൽ. സപ്പോസ് ഡയഗണലൈസബിൾ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, കാരണം നിങ്ങളടുത്ത് ഡയഗണലൈസ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി സ്റ്റെപ്സ് ഏത് വരെ എഴുതണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. Next question, examine whether the matrix A 3x3 matrix ആണ്, elements -2, 2, -3, 2, 1, -6, -1, -2, 0 is diagonalizable. അതായത് തന്നിരിക്കുന്ന മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ഇഫ് യെസ്, സപ്പോസ് ഡയഗണലൈസബിൾ ആണെങ്കിൽ ഫൈൻഡ് എ മെട്രിക്സ് വിച്ച് ഡയഗണലൈസ് എ. ദാറ്റ് മീൻസ് നമുക്ക് പി മെട്രിക്സ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി മനസ്സിലാക്കാം. ഡയഗണലൈസബിൾ ആണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ആ ഒരു കൺക്ലൂഷനിൽ ഡയഗണലൈസബിൾ അല്ല എന്നുള്ളത് പറഞ്ഞു. ഇനി സപ്പോസ് ഡയഗണലൈസബിൾ ആണെങ്കിൽ പി എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഫർദർ ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം ഈ മോഡൽ മെട്രിക്സ് പി നിങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് സോൾവ് ചെയ്തിട്ട് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കും. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ, കൺസേൺഡ് ഡയഗണൽ എലിമെന്റ്സ് മൈനസ് ലാംഡ കൊടുക്കുക, ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുക. ഓക്കെ, ഇത് ഓരോന്നും ഡീപ്പായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ തിയറി പ്രോബ്ലംസും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫൈനലായിട്ട്, അതായത് ഈ നെഗറ്റീവ്സും ബ്രാക്കറ്റ്സും ഇതെല്ലാം കുറച്ച് കെയർഫുൾ ആയി ചെയ്യാം. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, മൈനസ് എന്നുള്ളത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അല്ലെങ്കിൽ അത് പ്ലസ് ആയിട്ട് എഴുതി, എങ്ങനെയാണെങ്കിലും അത് വലിയൊരു ഡിഫറൻസ് വരും ആൻസറിൽ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക, കെയർലെസ്നെസ് അവോയ്ഡ് ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും ഇതേപോലെ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ എന്നുള്ളത്. എന്നിട്ട് സോൾവ് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതിപ്പോൾ 3rd ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും 3 വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 5 -3 -3. ദാറ്റ് മീൻസ് 5 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. -3 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആണ് അല്ലേ. ഇനി നമുക്ക് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ മെട്രിക്സ് എ മൈനസ് ലാംഡ എൻ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ആ ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം എ മൈനസ് ലാംഡ ഐ. ഓക്കെ, അപ്പോൾ ആദ്യം ജനറൽ ആയിട്ട് എഴുതുക എ മൈനസ് ലാംഡ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ലാംഡ ഈക്വൽ ടു 5 ആയിരിക്കുമ്പോൾ കൺസേൺ ലാംഡയിൽ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് മെട്രിക്സ് -7, 2, -3, 2, -4, -6, -1, -2, -5 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് അൺനോൺസ്, അതായത് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0, 0, 0. ക്ലിയർ ആയില്ലോ? ഇനി നമ്മളിവിടെ ഫോം ചെയ്യാൻ, ഇവിടെ നോക്കിയാൽ അറിയാം എല്ലാം റോസും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ് വൈ സെഡ് സോൾവ് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 സെറ്റ് ഇക്വേഷൻ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ക്ലിയർ ആയി? അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇതേപോലെ മെട്രിക്സ് ഫോം, നമ്മൾ സാധാരണ ഡിറ്റർമിനൻ്റ് ഒക്കെ കണ്ടുപിടിക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്തിട്ട് എക്സ് വൈ സെഡ് കണ്ടുപിടിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. എക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ്, നമ്മൾ ആ കൺസേൺഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് വൈ സെഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 2 ഇക്വേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ആൻഡ് തേർഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ആക്ച്വലി 2x minus 4y minus 6z equal to 0. അതുപോലെ -x minus 2y minus 5z equal to 0. ഈ ഇക്വേഷൻ ആയിട്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഈ 2 സെറ്റ് ഇക്വേഷൻ എടുത്തിട്ട് x ഡിവൈഡഡ് ബൈ, അപ്പോൾ എക്സിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ എക്സിൻ്റെ കൺസേൺ റോ ആൻഡ് കോളം നമ്മൾ എലിമിനേറ്റ് ചെയ്യില്ല, ബാക്കി എലമെന്റ്സ് എടുക്കില്ലേ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ബാക്കി എലമെന്റ്സ് എന്ന് പറയുമ്പോൾ
വൈയുടെ കോയിഫിഷ്യൻസ് നോക്കൂ, -4ഉം -2 അല്ലെ, സെഡിന്റെ -6ഉം -5. മനസ്സിലായില്ലേ ഇപ്പോൾ? അപ്പോൾ അതുപോലെ അടുത്തത് നെക്സ്റ്റ് കൺസേൺഡ് അൺനോൺ y ആണ്. ഇപ്പൊ x എടുത്തു പ്ലസ് ആയിട്ട്, y എടുക്കുമ്പോൾ ഈ മൈനസ് കൺസിഡർ ചെയ്യാൻ മറന്നു പോകരുത്. ഡിവൈഡഡ് ബൈ, ഇനി വൈയുടെ മാത്രം എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ എക്സിന്റെയും കറസ്പോണ്ടിങ് സെഡിന്റെയും എലമെന്റ്സ് ഇവിടെ നോട്ട് ചെയ്യാം, കോയിഫിഷ്യൻസ്. ക്ലിയർ ആയല്ലോ? അതുപോലെ z ഡിവൈഡഡ് ബൈ. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ ഏതൊക്കെ എലമെന്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് ഏത് സെറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഏത് സെറ്റ് ഓഫ് ഇക്വേഷൻസ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് വൺ ഈ സെഡിന്റെ പറയുകയാണെങ്കിൽ, സെഡിന്റെ കൺസിഡർ ചെയ്യുമ്പോൾ സെഡിന്റെ ഇഗ്നോർ ചെയ്തിട്ട് ബാക്കി എലമെന്റ്സ് 2ഉം -1ഉം അല്ലെ ഫസ്റ്റ് കോളം. നെക്സ്റ്റ് വൺ വൈഡ് -4ഉം -2. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഇത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഈസിയാണ്, ജസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് XYZ കറസ്പോണ്ടിങ് അതിന്റെ ടേംസ് നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ x/8 = y/16 = z/-8 കിട്ടും. അതിനെ ഏറ്റവും മിനിമൈസ് ചെയ്യുക, കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 8 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ് അല്ലേ, ഇവിടെ 2 വരും, ഇവിടെ -1 വരും. സോ x/1 = y/2 = z/-1. ഓക്കെ, ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമുല വെക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാം. ഫൈനലി വി ഗോട്ട് x1 ആസ് ആ കറക്റ്റ് ഓർഡറിൽ 1 2 -1. ഇതാണ് ഐഗൺ വെക്ടർ. ഓക്കെ, കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂ 5. അടുത്തത് ലാംഡ = -3 കൊടുക്കുമ്പോൾ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്യാം. അപ്പോൾ ലാംഡയ്ക്ക് 3 റീപ്ലേസ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്താ? 1 2 -3 2 4 -6 -1 -2 3 ഇൻറ്റു XYZ = 0 0 0. അപ്പോൾ ഇതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഇക്വേഷൻ x + 2y - 3z = 0. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എലമെന്റ്സ് നോക്കിയാൽ തന്നെ അറിയാം, ഇതേ 1 2 -3. ഓക്കെ, അതിന്റെ ഇതേപോലെ റേഷ്യോ ഫോമിൽ തന്നെയാണ് ബാക്കി എലമെന്റ്സ് എല്ലാം വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് സിമിലർ എലമെന്റ്സ് തന്നെയാണ് ബാക്കി. ഈക്വലന്റ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് ടേംസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ജസ്റ്റ് അതിന്റെ സ്കെയിലാർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വേറെ വാല്യൂസ് സെയിം സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 1 2 -3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ 2 4 -6 കിട്ടും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുക, അങ്ങനെയാകുമ്പോൾ ജസ്റ്റ് റിവേഴ്സ് കിട്ടും എല്ലാ എലമെന്റ്സും. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം എല്ലാ എലമെന്റ്സ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ആണ് ഫോം ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് ആ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ എടുത്തു, x + 2y - 3z. ഫസ്റ്റ് ഇക്വേഷനിൽ അതായത് x പ്ലസ്, നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുക്കട്ടോ, എല്ലാം സെയിം തന്നെയാണ് കിട്ടുക. x + 2y - 3z = 0. അതിൽ നമ്മൾ പ്രീവിയസ് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ. പ്രീവിയസ് പാർട്ടിൽ ഒരു, അതായത് ഒറ്റൊരു ഇക്വേഷൻ ഉള്ളൂ, 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം 0 ആയിട്ട് അസ്യൂം ചെയ്യും, z 0 ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ x + 2y = 0. ക്ലിയർ ആയല്ലോ? x + 2y = 0 എന്ന് പറയുമ്പോൾ x = -2y. അപ്പോൾ x/-2 ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, = y/1. സോ വി ഗോട്ട് ദ ഐഗൺ വെക്ടർ -2 1 0 അല്ലെ. എക്സിന്റെ -2, വൈയുടെ 1, സെഡിന്റെ 0. ഇനി അതേപോലെ y = 0 കൊടുത്ത് നോക്കാം. y = 0 നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെ y 0 കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് കിട്ടും, അതായത് x - 3z = 0, x = 3z കിട്ടും. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റേഴ്സ് കൺസേൺഡ് ആക്കുക. x / 3 = z/1. സോ വി ഗോട്ട് x3 = 3 0 1. y 0 കൊടുത്തപ്പോഴാണ് എക്സും സെഡും കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് x1 x2 x3 3 ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് കിട്ടി. ബട്ട് പ്രീവിയസ് പ്രോബ്ലത്തിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടർ ഒരെണ്ണം പ്രസന്റ് ആയിരുന്നില്ല അല്ലെ, കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഡയഗണലൈസബിൾ അല്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഒരു മെട്രിക്സിന്റെ കേസിൽ 3 ഇൻഡിപെൻഡന്റ് ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ ഫോംസും മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സും പഠിച്ചു വെക്കുക, ഏതാണ് എങ്ങനെയാണ് ചോദിക്കാൻ അറിയില്ല. സോ ഇതെല്ലാം അറിഞ്ഞിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും അത് അനുസരിച്ച് ഓരോന്നും വേരിയേഷൻസ് അനുസരിച്ചിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നന്നായി ക്ലിയർ ആയി ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 3 ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഉണ്ട്. അത് കാരണം നമുക്ക് മെട്രിക്സ് എ എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണ് അല്ലേ. ഇനി ഡയഗണലൈസബിൾ ആണെങ്കിൽ ഫൈൻഡ് ദ മെട്രിക്സ് വിച്ച് ക്യാൻ ഡയഗണലൈസ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് മോഡൽ മെട്രിക്സ് ആണ് നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഐഗൺ വെക്ടേഴ്സ് ഫോം ചെയ്യുന്ന മെട്രിക്സ്, അതാണ് മോഡൽ മെട്രിക്സ്. അപ്പോൾ മോഡൽ മെട്രിക്സ് പി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് ടു ഇൻക്ലൂഡ് ദിസ് മോർ സ്റ്റെപ്പ്, അതായത് ഇത് മറന്നു പോരുത്.
ആദ്യം ഡയഗണലൈസബിൾ ആണോ അല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് ഇവിടെ അത് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ എങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. But if so, find the matrix which can diagonalize എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that means you have to find the model matrix P. അപ്പോൾ ഇത് ജസ്റ്റ് എഴുതി വെച്ചാൽ പോരെ, P equal to എഴുതി വെക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്ക് പോകും. അപ്പോൾ P equal to ഐഗൺ വെക്ടേഴ്സ് ഫോം ചെയ്യുന്ന മെട്രിക്സ് x1 x2 x3 കോളംസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന മെട്രിക്സ്, അതാണ് the matrix which can diagonalize A. Now ഇത് ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ക്വസ്റ്റ്യനിൽ പറയാത്തൊരു പോർഷൻ ആണ്. ഫോർ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ടു ഡയഗണലൈസ് ദ മെട്രിക്സ് എ, അപ്പോൾ ഡയഗണലൈസേഷൻ്റെ മെട്രിക്സും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ക്ലിയർ ആയില്ല? അപ്പോൾ 3 കാര്യങ്ങളും സെപ്പറേറ്റ് ആയി മനസ്സിലാക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഡയഗണലൈസബിൾ ആണോ അല്ലയോ അതൊരു സെക്ഷൻ, ഡയഗണലൈസ് ചെയ്യാൻ പറ്റാവുന്ന മെട്രിക്സ് കാണുക അതൊരു സെക്ഷൻ പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡയഗണലൈസ് ചെയ്യുക തന്നിരിക്കുന്ന മെട്രിക്സിന്, അതാണ് ഈ തേർഡ് സെക്ഷൻ. സപ്പോസ് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ പി ഇൻവേഴ്സ്, അതായത് പി നമുക്ക് കിട്ടി. അപ്പോൾ പി ഇൻവേഴ്സ് കാണണം. 3/3 മെട്രിക്സ് ആണ് അല്ലേ. 2/2 മെട്രിക്സിൻ്റെ കേസ് ഇത് കുറച്ചും കൂടി ഈസിയാണ് അല്ല, നേരത്തെ പ്രോബ്ലം പോലെ. ഇവിടെ അപ്പോൾ പി ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് പി ബൈ ഡിറ്റർമിനന്റ് പി. അപ്പോൾ നമ്മൾ സാധാരണ മെട്രിക്സസ് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ അഡ്ജോയിന്റ് കാണാൻ ഇതേപോലെ മൈനസ്, കോ ഫാക്ടേഴ്സ്, അതിൻ്റെ ട്രാൻസ്പോസ് അതൊക്കെ കാണണം. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് ഓഫ് പി കറസ്പോണ്ടിങ് പി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 8 ആണ് വാല്യൂ കിട്ടുക. ഇനി അഡ്ജോയിന്റ് ഓഫ് പി കാണണം. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് പി, ഇതാണ് പി മെട്രിക്സ്. അഡ്ജോയിന്റ് കാണാൻ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് മൈനസ് സെപ്പറേറ്റ്, കോ ഫാക്ടേഴ്സ് വേറെ, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ കോ ഫാക്ടർ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ആ മൈനർ എലമെന്റിന് കറസ്പോണ്ടിങ് സൈനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കോ ഫാക്ടേഴ്സ് ഡയറക്റ്റ് ആയി കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ C11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഐയും ജെയും 1 അല്ല, ഫസ്റ്റ് എലമെന്റ് കറസ്പോണ്ടിങ് കോ ഫാക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റോ ആൻഡ് കോളം ഇഗ്നോർ ചെയ്യുക, ബാക്കി ടേംസിൻ്റെ ബാക്കി എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ്. ഇനി -1 റേസ് ടു ഈ സൈനും കൂടി കൺസിഡർ ചെയ്യണം, അപ്പോഴാണ് കോ ഫാക്ടർ കിട്ടുക. അപ്പം മൈനറിന്റെ കൂടെ ഈ സൈൻ കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കോ ഫാക്ടർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി -1 റേസ് ടു I പ്ലസ് ജെ ആണ്. I എന്ന് ജെ എന്ന് പറയുന്നത് നമുക്കറിയാം പൊസിഷനാണ്. അപ്പോൾ 1 + 1, അപ്പോൾ ഇത് പ്ലസ് ആണ് കിട്ടുക. 1 - 0 ദാറ്റ് ഇസ് 1. അതുപോലെ ബാക്കി എല്ലാ കോ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇതേപോലെ C31 C32 പി മെട്രിക്സ് തന്നിട്ടുണ്ട്. C33 ഫൈനലി കോ ഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ കറസ്പോണ്ടിങ് C11 C12 C13 ഓക്കെ, എല്ലാ എലമെന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിന്റ് പി കിട്ടും. ക്ലിയർ ആയല്ലോ? ട്രാൻസ്പോസ് ഓഫ് ദ കോ ഫാക്ടർ മെട്രിക്സ് ആണ് അഡ്ജോയിന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ്. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് പി കാണാൻ ഈ പി എന്ന് പറയുന്ന മെട്രിക്സിന്റെ കോ ഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക, അതായത് റോസ് ആൻഡ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയിട്ട് വരും അല്ലേ, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആൻഡ് ലാസ്റ്റ് റോ ലാസ്റ്റ് കോളം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പി ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനന്റ് ഓഫ് പി 8 ആണ് ഇൻറ്റു ഇതുപോലെ അഡ്ജോയിന്റ് ഓഫ് പി, അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ മെട്രിക്സ്. ഇനി ഫൈനലി ഡി കാണണമെങ്കിൽ, അതായത് ഡയഗണലൈസ്ഡ് മെട്രിക്സ് കാണണമെങ്കിൽ പി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു പി ചെയ്യണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ പി ഇൻവേഴ്സ് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യാം ഇതായിട്ട് 1/8 ഇൻറ്റു മെട്രിക്സ്. എ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്, പി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ ഐഗൺ വെക്ടേഴ്സിന്റെ മോഡൽ മെട്രിക്സ്. ക്ലിയർ ആയല്ലോ? ആദ്യം ഈ എ ഇൻറ്റു പി ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അങ്ങനെ കൺസേൺഡ് ആയിട്ട് ചെയ്യാം ഓരോ എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഇൻറ്റു പി ആദ്യം ചെയ്യാം. എ പി കിട്ടും. ദെൻ 1/8 ലാസ്റ്റ് ഉള്ളിലേക്ക് ഇടുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് പി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു പി ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ കൺസേൺഡ് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1/8 ഇൻറ്റു മെട്രിക്സ് കിട്ടുന്നത് 40 0 0 0 -24 0 0 0 -24. ഓൾറെഡി ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, അത് അങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് നമ്മൾ ഈ ഫൈനൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ ഉള്ളിലേക്ക് എടുത്ത് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഐ മീൻ ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ 1/8 ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
ഓക്കെ, ഇപ്പോൾ 40/8 5 -24/8 -3 -24/8 -3. അപ്പോൾ നമുക്ക് ഡയഗണലൈസ്ഡ് മെട്രിക്സ് കിട്ടി. ജസ്റ്റ് ഡയഗണൽ എലമെന്റ്സ് മാത്രമേ പ്രസന്റ് ആയിരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം 0. Next question, show that the equations x plus y plus z equal to a, 3x plus 4y plus 5z equal to b, and 2x plus 3y plus 4z equal to c have no solution if a equal to b equal to c equal to 1. Have many solutions if a equal to b by 2 equal to c equal to 1. Clear ആയില്ല? കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് നോ സൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഓൾ എ ബി സി വാല്യൂസ് ആർ 1. അതുപോലെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവുന്നത് എ ഈക്വൽ ടു ബി ബൈ 2 ഈക്വൽ ടു സി ഈക്വൽ ടു 1. ക്ലിയർ ആയല്ലോ? നമുക്കറിയാം ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യണം. ഇപ്പൊ തന്നിരിക്കുന്നത് എ എക്സ് ഈക്വൽ ടു ബി ഫോമിൽ ആദ്യം മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ് ആണ്. 3 4 5 2 3 4 അല്ലെ? അപ്പൊ 1 1 1 3 4 5 2 3 4 ഇൻറ്റു അൺനോൺസിന്റെ എക്സ് വൈ സെഡ്. എ എക്സ് ഈക്വൽ ടു ബി. ബി എന്ന് പറയുന്നത് ആർ എച്ച് എസിലെ ടേംസ് ഏതൊക്കെയാണ്? എ ബി സി കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. ഇനി ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യാം. നമുക്കറിയാം ലാസ്റ്റ് ആ ബിയുടെ വാല്യൂസ് മീൻസ് അത് ലാസ്റ്റ് കോളമായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ 1 1 1 എ 3 4 5 ബി 2 3 4 സി അതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി. ഇനി റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തിട്ട് നമുക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോമിലേക്ക് ആക്കണം, അതായത് റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യത്തെ റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 തന്നെയാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബാക്കി ഈ 3ഉം 2ഉം 0 ആക്കാം. ക്ലിയർ ആയോ? 3ഉം 2ഉം 0 ആക്കാൻ R2 ഇസ് ട്രാൻസ്ഫോം ടു R2 മൈനസ് 3R1 ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു എലമെന്റ് 0ഉം ബാക്കി എലമെന്റ്സ് 1 2 ബി അറിയാത്തത് കൊണ്ട് അങ്ങനെ തന്നെ എഴുതാം, ബി മൈനസ് 3. നെക്സ്റ്റ് ഇതേപോലെ R3 ഇസ് ട്രാൻസ്ഫോം ടു R3 മൈനസ് 2R1. ഓക്കെ, ഇപ്പോൾ ട്വൈസ് ഇൻറ്റു 1 ചെയ്താൽ ഈ 2 മൈനസ് 2 0, അതേപോലെ ബാക്കി എലമെന്റ്സ്. സോ 0 1 2 സി മൈനസ് 2a. ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു 1നെ 0 ആക്കണം അല്ലെ? അപ്പോൾ ആ 1നെ 0 ആക്കാൻ R3 is transformed to R3 minus R2. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ അതായത് R3 മൈനസ് R2 ചെയ്യുക, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ഈ എലമെന്റ്സ് എല്ലാം ഇത്രയും 0 ആയിപ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണോ, അതായത് ഈ സി മൈനസ് 2a മൈനസ് ഓഫ് ബി മൈനസ് 3a, that is c minus 2a minus b plus 3a കിട്ടും. ഓക്കെ, ഇനി മൈനസ് 2a പ്ലസ് 3a എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ a മൈനസ് b പ്ലസ് c അതാണ് ലാസ്റ്റ് എലമെന്റ്. ബാക്കിയെല്ലാം നമുക്ക് 0 മൈനസ് 0 0 1 മൈനസ് 1 0 2 മൈനസ് 2 0. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ്. അത് റെഡ്യൂസ്ഡ് ഫോം ആണ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഉണ്ടല്ലോ അല്ല, നമുക്ക് എ ബി സി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോ സൊല്യൂഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോ സൊല്യൂഷൻ ഉണ്ടാവുന്നത് എ ബി സി ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എ ബി സി 1 കൊടുത്ത് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓൾറെഡി ലാസ്റ്റ് റോയിൽ 3 എലമെന്റ്സ് 0 ആണ്. എ ബി സി 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 പ്ലസ് 1 അതായത് 1 കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോ സൊല്യൂഷന്റെ കണ്ടീഷൻ നോക്കാം. അതായത് ഇൻകൺസിസ്റ്റന്റ് സൊല്യൂഷൻ മീൻസ് ഇൻകൺസിസ്റ്റന്റ് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ റാങ്ക് എന്തായിരിക്കണം? റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഡിഫറെന്റ് ആയിരിക്കണം, നോട്ട് ഈക്വൽ ടു ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെയാണോ എന്നുള്ളത്. റാങ്ക് ഓഫ് എ എന്ന് പറയുമ്പോൾ ഇത് എല്ലാം ലാസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സും 0 ആയി. സോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 2 ആണ്. ഇനി റാങ്ക് ഓഫ് എ ബിയോ ലാസ്റ്റ് റോ ലാസ്റ്റ് എലമെന്റ് നോൺ 0 ആണ് അല്ലെ? ദാറ്റ് മീൻസ് റാങ്ക് 3 ആണ്. 3 നോൺ 0 റോസ് ഉണ്ട്. അപ്പോൾ 2 നോട്ട് ഈക്വൽ ടു 3 കറക്റ്റ് അല്ലേ? 3 is not equal to 2. അപ്പോൾ സിസ്റ്റം is inconsistent, that is it has no solution when a equal to b equal to c equal to 1. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഇനി അല്ല ലാസ്റ്റ് കണ്ടീഷൻ ആണ് if a equal, അതായത് it will have infinitely many solution if a equal to b by 2 equal to c equal to 1. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ എടുക്കണം. a equal to b by 2 equal to c equal to 1. അപ്പോൾ ഇത് ഓരോന്നും എടുത്ത് നോക്കൂ. ഇതിന്റെ മീനിങ് എന്താ? a equal to 1 ആണ്. b by 2 equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b is equal to
2 ആണ്. 2നെ അങ്ങോട്ട് കൊണ്ടുപോകാം. സോ ബി ഈസ് ഈക്വൽ ടു 2. ഇനി സി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതാണ് മീനിങ് എ ഇസ് 1, ബി ഇസ് 2, സി ഇസ് 1. അപ്പോൾ ഇതിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓഗ്മെന്റഡ് മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്കറിയാം റെഡ്യൂസ്ഡ് ഫോമിൽ ലാസ്റ്റ് എലമെന്റ് എ മൈനസ് ബി പ്ലസ് സി ആണ്. അതായത് ഇവിടെ എ 1, ബി 2 ആണ് ആൻഡ് സി 1 ആണ്. സി 1 ആണ്, സോറി. സോ ഇതെല്ലാം ക്യാൻസൽ ആവും. 1 + 1 2, 2 - 2 0. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എലമെന്റും 0 കിട്ടും. ക്ലിയർ ആയല്ലോ? സോ ഹിയർ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അതിപ്പോൾ രണ്ട് കേസിൽ എടുത്താലും എ ബി ആയിട്ട് എടുത്താലും എ ആയിട്ട് എടുത്താലും മൊത്തത്തിൽ രണ്ടിലും നോൺ സീറോ റോസ് 2 ഉള്ളൂ. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ ബി ഇസ് 2, റാങ്ക് ഓഫ് എ ഇസ് 2. ഇനി അത് മാത്രമല്ല, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 3 ആണ്. എക്സ് വൈ സെഡ് 3 ആണ് അല്ലേ? പക്ഷെ നമുക്ക് റാങ്ക് കിട്ടിയത് 2 ആണ്. സോ ബോത്ത് ആർ നോട്ട് ഈക്വൽ. അപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷന്റെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. വെൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ 2 ഈക്വൽ ടു സി ഈക്വൽ ടു 1. അപ്പോൾ അതും പ്രൂവ് ചെയ്തു. അതായത് എ ഈക്വൽ ടു ബി ബൈ 2 ഈക്വൽ ടു സി ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ സിസ്റ്റം കൺസിസ്റ്റന്റും ആണ്. ഇറ്റ് ഹാസ് മെനി സൊല്യൂഷൻസ്.